ഇന്നിപ്പോൾ നിങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കും ഇത്തരമൊരു പ്രസ്താവന നടത്തിയത് എന്തുകൊണ്ടാണെന്നാണ് വിചാരിക്കുന്നത്? മനഃപൂർവ്വം നടത്തിയ പ്രസ്താവന വളരെ ക്ലിയർ അല്ലേ? അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ ഈ പറയുന്ന പിണറായി വിജയൻ ഡൽഹിയിൽ പോയിട്ട് നടത്തിയ ഹിന്ദു പത്രത്തിന് കൊടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താ? അത് അങ്ങനെ ഒരു കൺസൾട്ടേഷനും ഒരു സഹായത്തിനും വേണ്ടിയിട്ടാണല്ലോ. അതേപോലെ തന്നെ ഇവിടെ ഇന്നലെ ഇത് പറയേണ്ട ഒരു കാര്യമില്ല. ഉണ്ടെങ്കിൽ തന്നെ ആരെങ്കിലും പറയാം നിങ്ങളുടെ നാലേക്ക്? അത് പറയാൻ പറ്റിയ സമയമാണ് അപ്പോൾ അവരുടെ ലക്ഷ്യം എന്താണ്? ഈ രണ്ട് വാക്ക് പറഞ്ഞിട്ട് കുറച്ച് RSSൻ്റെ വോട്ട് പിടിക്കാൻ കഴിയുമെന്നാ? RSSൻ്റെ ഒരു വോട്ടോടെ പിടിക്കാൻ കഴിയുന്നില്ല. ഇത് നിലമ്പൂരാണ്. അവിടുത്തെ എന്താ പറയുക, ഈ ഹൈന്ദവ ആളുകളെക്കാൾ ഇത്രയും മതേതരത്വം അവിടെ നിലനിർത്തി പോകുന്ന അതിനു വേണ്ടി പോരാടുന്ന മനുഷ്യരാണ് അവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ടത്. ഈ പച്ചക്കള്ളം എന്താ പറയുക, ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് എന്നെ ഈ പറയുന്ന വർഗീയവാദിയാക്കിയിട്ടൊന്നും അവിടെ രക്ഷിക്കാൻ പോകുന്നില്ല. അതിൻ്റെ പേരിൽ RSS അനുകൂല നിലപാട് സ്വീകരിച്ചുകൊണ്ട് RSSൻ്റെ വോട്ടുകാർക്ക് കിട്ടാൻ പോകുന്നില്ല. ഇവരൊക്കെ മനുഷ്യരാണെന്നേ. നിലമ്പൂരിൽ ജീവിക്കുന്ന RSSകാർക്കും ഇതേ പ്രശ്നമുണ്ട്. അവരുടെ വീട്ടിൽ ആന വരുന്നുണ്ട്, അവരുടെ വീട്ടിലും കടുവ വരുന്നുണ്ട്, അവരുടെ ഭാര്യമാരും കുട്ടികളും ഈ പറയുന്ന തീ തിന്നുകൊണ്ടാണ് സൂര്യൻ അസ്തമിച്ചാൽ ജീവിക്കുന്നത്. അപ്പം അവരൊക്കെ മനുഷ്യരൊന്നായിട്ട് നിലമ്പൂരിൽ വോട്ട് ചെയ്യും. ഞാൻ ഇപ്പോഴും നിങ്ങളോട് അടിവരയിട്ട് പറയാം, 75,000 വോട്ടിൽ കുറയാത്ത വോട്ടിന് ജയിക്കും. എല്ലാ വീടുകളിലും എൻ്റെ പ്രവർത്തകരുണ്ട്, ആവർത്തിച്ച് പറയുന്നു. അത് തന്നെയാണ് വിജയം. ഞാനിപ്പോഴും വീട്ടിലാണ്. എന്താ കാരണം? ഞാൻ ഇവിടെ ഇരുന്നാൽ മതി. ഞാൻ ചെയ്യേണ്ട ജോലി എനിക്ക് ഫോണിലൂടെ ചെയ്യാം, അല്ലാതെയും ചെയ്യാം. അപ്പോൾ ജനങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഈ തിരഞ്ഞെടുപ്പ് മനുഷ്യത്വ വിരുദ്ധരായ ജനവിരുദ്ധരായ 3 സ്ഥാനാർത്ഥികളും ആ സ്ഥാനാർത്ഥികൾക്കെതിരെയുള്ള പോരാട്ടമായിരിക്കും. പിന്നെ സതീശൻ ഇപ്പോൾ വന്നിട്ട് ഈ കാര്യമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, മനസ്സിലായില്ലേ? ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ശേഷി നിലമ്പൂരിലെ വോട്ടർമാർക്കുണ്ട്. ഈ പറയുന്ന പ്രതിപക്ഷ നേതാവ് ഈ വന്യമൃഗ വിഷയം പരിഹരിക്കാൻ എന്ത് പ്രപ്പോസലാണ് ജനങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുള്ളത്? ഈ മുഖ്യമന്ത്രി വഞ്ചകൻ എന്ന് പറയല്ലാതെ ഈ മരിച്ചു വീണ മനുഷ്യരോട്, അവരുടെ കുടുംബത്തോട്, ഇനി മരിക്കാൻ പോകുന്ന പാവപ്പെട്ടവനോട് എന്താണ് ഈ വിഷയത്തിൽ, ഈ വന്യജീവി ആക്രമണത്തിൽ എങ്ങനെ ഇതിനെ തടയും? വെടിവെച്ച് കൊല്ലാനല്ലേ പെർമിഷൻ വേണമെന്ന പച്ചക്കള്ളം പറയുന്നത്? അനിമൽ പ്രൊട്ടക്ഷൻ ആക്ട് 1972 11(1)A കൃത്യമായി വെടിവെച്ച് കൊല്ലാനുള്ള അവകാശം സർക്കാരിന് കൊടുത്തിട്ടുണ്ട്. അത് മറച്ചു വെക്കുന്നു. ഓക്കെ, നിങ്ങൾ വെടിവെക്കണ്ട. ഈ മനുഷ്യനെയും മൃഗങ്ങളെയും വേർതിരിക്കാനുള്ള എന്താ പറയുക, കറണ്ട് നല്ല ശക്തമായ കമ്പിവേലുണ്ടല്ലോ, 3000 കോടി ഉറപ്പിക പറഞ്ഞ ഒരു വാക്ക് മനുഷ്യനെയും മൃഗങ്ങളെയും വേർതിരിക്കുന്നു. കാട്ടിൽ എന്തോ നടന്നോട്ടെ എന്ന്. മനുഷ്യൻ അങ്ങോട്ട് പോയി ആക്രമിക്കില്ല, ഇങ്ങോട്ട് വന്ന് ആക്രമിക്കുക. ഒരു വാക്ക് നെഞ്ചത്ത് കൈവച്ചിട്ട് മുഖ്യമന്ത്രി പറഞ്ഞോ? എന്താ സഖാക്കൾക്കുള്ള ഉത്തരം? പിന്നെ എന്ത് വോട്ടിന് ചോദിച്ചാൽ നിങ്ങൾ നടക്കുന്നത്? അതുകൊണ്ട് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഗോഷ്ഠികൾ, ഈ രാഷ്ട്രീയ ഗോഷ്ഠി ചർച്ചകൾ നിലമ്പൂരിലെ ജനങ്ങൾക്ക് ഏശാൻ പോകുന്നില്ല. അവരുടെ നിലനിൽപ്പിനും അവരുടെ ജീവനും വേണ്ടിയിട്ടാണ് അവർ വോട്ട് ചെയ്യുന്നത്. ഞാനും അവരോടൊപ്പം നിന്നതിൻ്റെ പേരിൽ നാളെ ഈ ഓഞ്ചിയത്തുണ്ടായ അവസ്ഥ എനിക്ക് വരരുത് എന്ന് ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന മനുഷ്യന്മാരവിടെ ഉണ്ട്. ഞാനും എൻ്റെ ജീവന് വേണ്ടിയുള്ള പോരാട്ടമാണ്. നിലമ്പൂരിലെ മലയോര മേഖലയിൽ ജീവിക്കുന്ന മനുഷ്യരും അവരുടെ ജീവന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്. അവിടെ ജീവൻ വിട്ട് കളിക്കുന്ന ഒരു രാഷ്ട്രീയ വോട്ട് ഉണ്ടാകുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് എന്നത് 23-ാം തീയതി പെട്ടി തുറക്കുമ്പം 10 മണിയാകുമ്പോഴേക്കും കേരളത്തിലെ ജനങ്ങൾക്കും ഈ രാഷ്ട്രീയക്കാർക്കും മനസ്സിലാവും.